ഹായ് ഓൾ, ഞാനിന്ന് വന്നിരിക്കുന്നത് സൂര്യയുടെ പോർട്രേറ്റ് എങ്ങനെ പെർഫെക്റ്റായിട്ട് അല്ലെങ്കിൽ മാക്സിമം ഡീറ്റെയിലോടുകൂടി വരച്ചെടുക്കാമെന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ ഔട്ട്ലൈൻ നല്ല ബെറ്ററാക്കി ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം പെർഫെക്റ്റായിട്ട് ഔട്ട്ലൈൻ സ്കെച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് വേണ്ടത്. സ്കെച്ചിങ് എല്ലാം പൂർത്തിയായ ശേഷം നമുക്ക് കളറിങ്ങിലേക്ക് കിടക്കാം. ഞാൻ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഡാർക്കർ ഷെയ്ഡ് എവിടെയൊക്കെ വരുന്നു അതെല്ലാം ഫസ്റ്റ് തന്നെ ചെയ്യും. പിന്നെ ലൈറ്റ് വരുന്ന എവിടെയൊക്കെ അതൊക്കെ ചെയ്യും. ഇമേജിലുള്ള കളർ പിക്കർ വെച്ചിട്ട് കളർ പിക്ക് ചെയ്തിട്ട് ഓരോരുത്തരുടെയും കളർ നോക്കി എല്ലായിടത്തും മാർക്ക് ചെയ്ത് എവിടെയൊക്കെ ഏതൊക്കെ കളർ വരുന്നുണ്ടോ അതൊക്കെ മാക്സിമം കറക്റ്റാക്കാൻ നോക്കും. പിന്നെ ലൈറ്റ് എവിടെയൊക്കെ കറക്റ്റ് വരുന്നുണ്ടോ അതൊക്കെ ഫസ്റ്റ് ടൈം തന്നെ ചെയ്തു കൊടുക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം ടൈം എടുത്തും ശ്രദ്ധിച്ചും എവിടെയൊക്കെ ഏതൊക്കെ ഭാഗത്താണോ കറക്റ്റ് വരുന്നത് അവിടെയൊക്കെ കറക്റ്റായിട്ട് തന്നെ ലൈറ്റും ഷെയ്ഡും ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി ലെയറുകളൊന്നും എടുത്ത് ചെയ്യേണ്ട. ഞാനാകെ ചെയ്യുന്ന 2 ലെയറിലാണ്. ഒരു ലെയറിൽ സ്കെച്ചിടും, ഒരു ലെയറിൽ അതിൻ്റെ താഴെയുള്ള ലെയറിലാണ് കളർ ചെയ്യുന്നത്. ഈ കളറിങ് പ്രോസസ്സ് എല്ലാം കഴിയുമ്പോഴാണ് ഞാൻ മെർജ് ചെയ്യുള്ളൂ. അതുവരെ ആ ലെയറിൽ തന്നെ ഇട്ട് ബേസിക് സ്കെച്ച് പോലെ ബ്രഷ് സ്ട്രോക്കായിട്ട് തന്നെ വയ്ക്കും. അത് കഴിഞ്ഞിട്ടാണ് ചെറിയ സ്മഡ്ജ് ചെയ്ത് സ്മൂത്തും ചെയ്യും. രണ്ടും കട്ടിങ് കെട്ടാണ്ടിരിക്കാൻ രീതിയിൽ രണ്ടും കൂടെ സ്മൂത്തും ചെയ്യാനായിട്ട് സ്മഡ്ജ് ചെയ്യും. ലൈറ്റും ഷെയ്ഡെല്ലാം പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്കിൻ ടെക്സ്റ്റുകളും ആഡ് ചെയ്യാം. ഈ ടെക്സ്റ്റുകളും എൻ്റെ ബ്രഷ് സെറ്റിലുണ്ട്. അപ്പോൾ അതിനായിട്ട് നല്ല ഡീറ്റെയിലുള്ള ബ്രഷ് സെറ്റുകൾ എൻ്റെ കയ്യിലുണ്ട്. അത് യൂസ് ചെയ്തിട്ട് ഞാനാണ് ഇപ്പോൾ ചെയ്യുന്നത്. മാക്സിമം എവിടേക്കാണോ ഇമേജിലുള്ള പോലെ തന്നെ സ്കിന്നിന് ടോണുകളെല്ലാം മാക്സിമം സെറ്റ് ചെയ്യും. എത്രത്തോളം മൈന്യൂട്ടായിട്ട് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം പടത്തിന് പെർഫെക്ഷൻ കൂടും. അങ്ങനെ രീതിയിൽ തന്നെ എല്ലാവരും ഫോളോ ചെയ്യുക. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഹെയറിലേക്ക് കടന്നു. ഹെയറിൻ്റെ ഫസ്റ്റ് തന്നെ ഹെയർ ഡാർക്കായിട്ട് തന്നെ ചെയ്ത് പിന്നെ അതിൻ്റെ എവിടെയൊക്കെയാണോ ലൈറ്റിങ് വരുന്നത് ആ ഭാഗത്ത് മാത്രം ലൈറ്റായിട്ട് ഒരു സിംഗിൾ കളർ ഉപയോഗിച്ച് തന്നെ ലൈറ്റനിങ് എല്ലാം ചെയ്യാം. ലൈറ്റനിങ് ചെയ്യുന്നതാണ് പടത്തിൻ്റെ പെർഫെക്ഷൻ കൂടുന്നത്. നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ എൻ്റെ ഈ ചാനലായ അബ് വിഷ്ണു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക, കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതാണ് നമ്മുടെ വീഡിയോയുടെ ഫൈനൽ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു.